കോഴിക്കോട് മീഞ്ചന്തയിൽ ബസ് കാത്തിരിപ്പു കേന്ദ്രം തകർന്ന വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവത്തിൽ വിദ്യാർത്ഥിനിയുടെ ചികിത്സ ഉറപ്പാക്കുമെന്ന് ഡെപ്യൂട്ടി മേയർ. വിദ്യാർത്ഥിനിയുടെ തുടർ ചികിത്സയുടെയും ശസ്ത്രക്രിയാ ചിലവ് ഉൾപ്പെടെ വഹിക്കുമെന്ന് ഡെപ്യൂട്ടി മേയർ അറിയിച്ചു. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. അതിര, ഈ സംഭവം നടന്ന് 2 ദിവസം പിന്നിട്ടിട്ടും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായില്ല, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് വേണ്ടുന്ന ചികിത്സ ഉറപ്പാക്കിയിട്ടില്ല എന്നൊരു ആരോപണം നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ തന്നെ കോർപ്പറേഷനിലെ കൗൺസിലറിന്റെ പ്രതിപക്ഷ നേതാവ് ശോഭിത തന്നെ ഇതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ട് ഈ കുട്ടിക്ക് വേണ്ടുന്ന ചികിത്സ നൽകാനോ അല്ലെങ്കിൽ മേയറുടെ ഭാഗത്തു നിന്നും മേയർ പോയി ഈ കുടുംബത്തെ കാണാൻ പോലും നിന്നില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ശോഭിത നേരത്തെയും ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ ഒരു നടപടി വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡെപ്യൂട്ടി മേയർ ഈ വിദ്യാർത്ഥിനി കിടക്കുന്ന ആശുപത്രിയിൽ പോവുകയും വിദ്യാർത്ഥിനിയെ കാണുകയും ഇത് സംബന്ധിച്ച്, അതായത് ഈ ചികിത്സയെ സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങൾ തേടുകയും ഇതിനു വേണ്ടുന്ന എല്ലാ ചികിത്സയും ഉറപ്പാക്കാമെന്നൊരു ഉറപ്പ് നൽകുകയും ഡെപ്യൂട്ടി മേയർ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിൽ വെച്ചൊരു യോഗം നടന്നിരുന്നു, കൗൺസിൽ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ യോഗത്തിനിടെയാണ് പ്രതിപക്ഷ നേതാവ് ശോഭിത ഇക്കാര്യങ്ങൾ ഈ കൗൺസിൽ യോഗത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്, ഒരു കരാർ കമ്പനിക്ക് പരസ്യം നൽകുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഈ ഒരു ബസ് സ്റ്റോപ്പ് നൽകുകയും പിന്നീട് ഇതിന്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും മുന്നോട്ട് നോക്കാതെ ഒരു വിദ്യാർത്ഥിനിക്ക് പരിക്കേൽക്കുകയും പിന്നീട് ഇതിന്റെ തുടർ ചികിത്സ നൽകാത്തതും ഇത്തരത്തിലുള്ള വലിയൊരു ആരോപണം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കൗൺസിൽ യോഗത്തിൽ ശോഭിത ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ യോഗത്തിനിടെയാണ് മേയർ ബീന ഫിലിപ്പ് ഇക്കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. വിദ്യാർത്ഥിനിയുടെ തുടർ ചികിത്സയെ സംബന്ധിച്ചുള്ള എല്ലാ സഹായവും നൽകാമെന്നുള്ളൊരു കാര്യം മേയർ ബീന ഫിലിപ്പ് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനു ശേഷമാണ് ഡെപ്യൂട്ടി മേയർ എരഞ്ഞിപ്പാലത്തെ സഹകരണ ആശുപത്രിയിലേക്ക് എത്തുകയും ഈ വിദ്യാർത്ഥിനിക്ക് വേണ്ടുന്ന എല്ലാ സഹായവും നൽകാമെന്നുള്ള കാര്യങ്ങൾ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, ഈ കുടുംബം പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള പണം സ്വരൂപിക്കുക എന്നുള്ളത് ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നിലവിൽ ഈ വിദ്യാർത്ഥിനിക്ക് കാലിന് മാത്രമല്ല പരിക്കുള്ളത്, നട്ടെല്ലിനും വലിയ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കാലിന് മാത്രമാണ് ശസ്ത്രക്രിയ നടന്നിരിക്കുന്നത്. ഇനി നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ നടക്കണമെങ്കിൽ വലിയ തുക തന്നെ വേണം എന്നുള്ള കാര്യം കുടുംബം നേരത്തെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ കുടുംബം ഉന്നയിച്ച മറ്റൊരു ആരോപണം, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മേയർ ഈ കോർപ്പറേഷൻ അധികൃതർ ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല, വേണ്ടുന്ന ചികിത്സ സംബന്ധിച്ചുള്ള മറ്റ് സഹായങ്ങളൊന്നും തന്നെ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നും നൽകിയിട്ടുണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കുടുംബം പരാതിയായി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കരാർ കമ്പനിക്ക് ഈ പരസ്യം നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു ബസ് സ്റ്റോപ്പിൽ പരസ്യം നൽകിയിരിക്കുന്ന ഈ ഒരു കരാർ കമ്പനിക്ക് കാരണം കാണിക്കൽ നോട്ടീസും ഇതിനോടകം നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകണം, എന്തുകൊണ്ട് കൃത്യമായ പരിപാലനം നടത്തിയില്ല തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നിലവിൽ ഈ ഒരു കരാർ കമ്പനിക്ക് നൽകിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ കോർപ്പറേഷന്റെ തന്നെ കീഴിലുള്ള ഏകദേശം 84ഓളം ബസ് സ്റ്റോപ്പുകളാണ് ഇത്തരത്തിൽ കരാർ കമ്പനിക്ക് പരസ്യത്തിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ 84 പരസ്യ കമ്പനികൾക്കും ഇത്തരത്തിൽ ഈ കമ്പനികളെല്ലാം തന്നെ ഏതൊക്കെ ബസ് സ്റ്റോപ്പുകളിലാണോ ഉള്ളത്, ഈ ബസ് സ്റ്റോപ്പുകളിലെല്ലാം തന്നെ പരിപാലനം അല്ലെങ്കിൽ ഇവിടെയെല്ലാം തന്നെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ നിലവിൽ കോർപ്പറേഷൻ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ട്രാഫിക്, പൊതുമരാമത്ത് തുടങ്ങിയ ആളുകളുടെ എല്ലാം തന്നെ ഒരു യോഗം കോർപ്പറേഷൻ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ യോഗത്തിന് ശേഷം മാത്രമായിരിക്കും ഇനി മറ്റു നടപടികളെല്ലാം തന്നെ ഉണ്ടാവുക. ആതിര. ശരി അഭിന, കോഴിക്കോട് മീഞ്ചന്തയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്ന വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവത്തിൽ വിദ്യാർത്ഥിനിയുടെ ചികിത്സ ഉറപ്പാക്കുമെന്ന് ഡെപ്യൂട്ടി മേയർ. വിദ്യാർത്ഥിനിയുടെ തുടർ ചികിത്സയുടെയും ശസ്ത്രക്രിയാ ചിലവ് ഉൾപ്പെടെ വഹിക്കുമെന്നും ഡെപ്യൂട്ടി മേയർ അറിയിച്ചു.